ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചന്ദ്രിക. ഇന്ന് നമ്മൾ മണി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും മണി പ്ലാന്റിൻ്റെ വെറുതെ നട്ടാൽ പോരെയെന്ന്. അങ്ങനെ പോരാ. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ അത് നീളത്തിൽ പോകുന്നല്ലാണ്ട് അതിൽ ഒരുപാട് ഷൂട്ട്സ് വന്ന് ചട്ടി നിറഞ്ഞ് നിൽക്കില്ല. അപ്പോൾ ചട്ടി നിറഞ്ഞ് ബുഷിയായിട്ടും തിക്കായിട്ടും വരണമെങ്കിൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ തന്നെ നടണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമായിരുന്നു. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാ നോക്കൂ എൻ്റെ മണി പ്ലാന്റ്. ഇത് ഞാൻ ഹാങ്ങിങ്സിലും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾ പൊതുവെ പല നിറത്തിലും പല ഡിസൈൻസിലും കാണപ്പെടുന്നു. ഇതൊരു നല്ല എയർ പ്യൂരിഫയറും കൂടിയാണെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഇൻഡോറിൽ വെക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് പോട്ടിൽ വെച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ നടുക്ക് ഞാനൊരു സ്റ്റെമ്മ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഞാൻ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നട്ടതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര തിക്കായിട്ട് വന്നത്. ഇത് പോത്തോസ് എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ഇല പല കളേഴ്സിലും ഡിസൈൻസിലും കാണപ്പെടുന്നു. അതിനനുസരിച്ച് തന്നെ ഇതിന് പല പേരുകളും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഇതിപ്പോൾ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ട്രെൻഡി പ്ലാന്റും കൂടിയാണ്. ഞാനിവിടെ ഇത് ഹാങ്ങിങ്ങിലും വെച്ചിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്യാണ്. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റെമ്മാണിത്. ഇതിൽ നല്ല വലിയ ഇലകളും ഇതെല്ലാം ഉണ്ട്. അതിനുശേഷം ഞാൻ ആ ഇല വരുന്ന ഭാഗം വെച്ച് ഞാൻ കട്ട് ചെയ്യാണ്. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓരോ ഇലകളായിട്ട് ഞാൻ ശ്രദ്ധിച്ച് വേണ്ടാത്ത ഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞ് കട്ട് ചെയ്യാണ്. ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് ഇതിൻ്റെ പുതിയ മുള വരുന്നത്, ഈ ഭാഗത്തുനിന്ന്. അതുപോലെ അടിഭാഗത്ത് കൂടി വരും. അപ്പോൾ ഒരു മുള ഇതിൽ നിന്ന് ഈ ഓരോ ഇലയിൽ നിന്ന് ഒരു മുള വരും. അതുപോലെ ഞാൻ എല്ലാ ഇലകളും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ ഓരോ ഇലയിൽ നിന്നും ഓരോ മുള വരുന്ന തരത്തിൽ ഞാൻ എല്ലാ ഇലകളും കട്ട് ചെയ്ത് എടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം ഈ വേണ്ടാത്ത ഭാഗങ്ങൾ കളയാം. ഇനി ഞാൻ ഈ കട്ട് ചെയ്ത ഇലകളെല്ലാം വൃത്തിയായിട്ട് ഒന്നിച്ച് എടുത്തു വെക്കുകയാണ്. ഓരോന്നിന് ഷൂട്ട്സ് ഇപ്പം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമുക്കിതിനെ ഒന്നിച്ച്, കാരണം അത് ഒന്നിച്ച് കിട്ടാൻ വേണ്ടി ഞാനൊരു റബ്ബർ ബാൻഡ് ഇടുകയാണ്. ഇല്ലെങ്കിൽ അത് വേറെ വേറെ ആയി പോകണ്ടെന്ന് വിചാരിച്ച് ഒന്നിച്ച് കിട്ടാൻ വേണ്ടി ഞാനൊരു റബ്ബർ ബാൻഡ് ഇടുകയാണ്. കുറച്ച് അയഞ്ഞ് കിട്ടുന്ന മാതിരി ഇട്ടാൽ മതി, ടൈറ്റാക്കി ഇടണമെന്നില്ല. ഇനി ഞാനിതിനെ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഗ്ലാസ്സിലെ വെള്ളത്തിൽ, കാരണം എല്ലാവർക്കും അറിയാം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേര് വരും, പുതിയ ഷൂട്ട്സ് വരും. അതുകൊണ്ട് വെള്ളത്തിലേക്ക് വെക്കുകയാണ്. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. വെള്ളത്തിൽ ഇറക്കി വെച്ച് വേര് വരുത്തുന്നത്, അതിൻ്റെ പുതിയ ഷൂട്ട്സ് വരും. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ നടുക. 1 മാസം മുമ്പ് ഇതുപോലെ ചെയ്ത് വെള്ളത്തിൽ ഇറക്കി വെച്ച ലീവ്സാണിത്. ഇതാ നോക്കൂ, ഇതിൽ പുതിയ ഷൂട്ട്സും വേരുകളും വന്നിട്ടുണ്ട്. ഓരോ ഇലകളിലും ഓരോ ഷൂട്ട്സ് വന്നിട്ടുണ്ട്, വേരുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം. ഇതിന് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വേറെ വേറെ വെക്കുകയാണ്. കാരണം ചിലപ്പോൾ ഷൂട്ട്സ് വരാത്ത ഇലകളുണ്ടാകും, നമുക്കതിനെ മാറ്റി വെക്കണം. ഡെഡ് ലീവ്സ് ഉണ്ടാവും, അതിനെ മാറ്റി വെക്കണം. ചിലപ്പോൾ ഡെഡ് ലീവ്സ് ആണെങ്കിലും ഷൂട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എടുക്കാം. ഇതിൽ ഡെഡ് ലീവ്സ് ആണ്, പക്ഷേ ഷൂട്ട്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ എടുക്കുകയാണ്. ഇനി ഇതിനെ എല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് നമുക്കൊരു പോട്ടിലേക്ക് നട്ടു കൊടുക്കാം. ഞാനിതിനെ ഈ പോട്ടിലേക്ക് നട്ടു കൊടുത്തു. ഇനി 1 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കൂ, ഇതിൽ ഓരോ ഇലകളിൽ നിന്നും ഓരോ തൈകൾ വന്ന് ഈ പോട്ട് നിറയെ ചെടികളെ കൊണ്ട്, മണി പ്ലാന്റിനെ കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ കാണുന്ന ലീവ്സ് എല്ലാം ഞാൻ ഇതുപോലെ ഷൂട്ട്സും വേരുകളും വരാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഇതിന് 1 മാസമെങ്കിലും വേണം. ഇത് നന്നായിട്ടൊന്ന് ഷൂട്ട്സ് വന്ന് നമുക്ക് കിട്ടാൻ 1 മാസം വേണം. മണി പ്ലാന്റ് തിക്കായിട്ടും ബുഷിയായിട്ടും വന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ല റിസൾട്ടായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.